തെരഞ്ഞെടുപ്പിലേക്ക് കുതിക്കുന്ന ഇന്ത്യ. ഭരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ അധികാരം, പണം, അവസരവാദം എന്നിവയാണ് വോട്ട് തട്ടാനുള്ള സൂത്രങ്ങൾ. മോദി സർക്കാരിൻ്റെ ത്രിമുഖ ഫോർമുല മതം, പ്രതിച്ഛായ, അധികാരം എന്നിവയാണ്. ചില വിരോധാഭാസങ്ങൾ വാർത്തകളിൽ കാണാം. അബുദാബിയിൽ ഹിന്ദു ക്ഷേത്രം. അതിൻ്റെ സമർപ്പണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാലമായ ക്ഷേത്രം പണിതത് അവിടുത്തെ സർക്കാർ അനുവദിച്ചു കൊടുത്ത 27 ഏക്കർ സ്ഥലത്താണ്. ഇവിടുത്തെ വിരോധാഭാസം മോദിയുടെ പക്ഷക്കാർ ഇവിടെ മുസ്ലിം പള്ളികൾക്ക് മേൽ കൈവെക്കുമ്പോഴാണ് അബുദാബിയിൽ ഹിന്ദു ക്ഷേത്രം സർക്കാർ സഹായത്തോടെ നിർമ്മിച്ചത് എന്നതാണ്. അവിടുത്തെ ക്ഷേത്രം സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമെന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇവിടത്തെ പുതിയ രാമക്ഷേത്രത്തെപ്പറ്റി അങ്ങനെ പറയാൻ കഴിയുമോ? സർക്കാരിൻ്റെ സമൂഹ മാധ്യമ പേജിൽ അത് കാണുമോ? ഇതേ സന്ദർഭത്തിൽ ദ വയറിൽ ഒരു അഭിമുഖം വന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ രുചിക ശർമ്മയാണ് സിദ്ധാർത്ഥ് ഭാട്ടിയയോട് സംസാരിക്കുന്നത്. ക്ഷേത്രം പൊളിച്ചതായി മോദിയുടെ പക്ഷക്കാർ ആരോപിക്കുന്ന ടിപ്പു സുൽത്താനും ഔറംഗസേബും വാസ്തവത്തിൽ ക്ഷേത്രങ്ങൾക്ക് ഗ്രാന്റ് നൽകിയവരും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചവരുമാണ്. One of the biggest reasons as to why this idea, persists, that there is a massive communalization of medieval Indian history, I think is largely because of, again, the fact that not a lot of these myths are properly busted. Absolutely. And it's not just Tipu Sultan. I think the villain of Indian history, so to speak, the person who's very notorious for it, Aurangzeb, actually gave many grants. He's given grants to Jain temples of Shatrunjay, Palitana, Girnar. He even had temples built. ഇത്തരത്തിൽ അനേകം ചരിത്ര വസ്തുതകൾ ആ അഭിമുഖത്തിൽ രുചിക ശർമ്മ നിരത്തുന്നുണ്ട്. ആരാധനാലയങ്ങൾ ശത്രുത പരത്താൻ ഉപയോഗിക്കുന്നവർ കേൾക്കേണ്ട കാര്യങ്ങൾ. ഇവിടെയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൂടി ശ്രദ്ധാപൂർവം വളർത്തപ്പെടുന്ന പ്രതിച്ഛായ വിഷയമാകുന്നത്. ഗുജറാത്ത് വംശഹത്യയുടെ ഭാരവുമായി ദേശീയ രംഗത്തെത്തിയ മോദി ഏതാനും വർഷങ്ങളായി വലിയ മേക്ക് ഓവറിലാണ്. രാജ്യമെന്നാൽ സർക്കാർ, സർക്കാർ എന്നാൽ ഒരു വ്യക്തി. അദ്ദേഹമോ ശാസ്ത്രജ്ഞൻ, അധ്യാപകൻ, സാമ്പത്തിക വിദഗ്ധൻ ഒക്കെയായി അവതരിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി മത നേതാവായിട്ട്. പള്ളി പൊളിച്ചത് ദേശീയ നാണക്കേട് എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കാൻ കഴിഞ്ഞു. മോദിയുടെ പബ്ലിസിറ്റി ഭ്രമത്തെപ്പറ്റി, ബോധപൂർവമുള്ള പ്രതിച്ഛായ നിർമ്മാണത്തെപ്പറ്റി ന്യൂയോർക്ക് ടൈംസിൽ ഈയിടെ ഒരു ദീർഘലേഖനം വന്നു. ലൈറ്റ്സ് ക്യാമറ മോദി, ഇന്ത്യൻ ടെലിവിഷനിലെ വൺമാൻ ഷോ. ടെലിവിഷനിൽ മാത്രമല്ല, പരസ്യ പലകകളിൽ, ഹിന്ദുമത ചടങ്ങുകളിൽ എല്ലാം രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മോദിമയമായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എടുത്തു പറഞ്ഞത്. ചുമരുകളിലും വഴിയോരങ്ങളിലും കൂറ്റൻ സ്ക്രീനുകളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലുമൊക്കെ കാണാതിരിക്കാനാവാത്ത സാന്നിധ്യമായിരുന്നു മോദി. ലേഖനം പ്രസിദ്ധപ്പെടുത്തിയ അന്ന് ഫെബ്രുവരി 3-ന് അതിനെപ്പറ്റി മുൻ പേജിൽ സൂചന വരെ നൽകിയിരുന്നു ന്യൂയോർക്ക് ടൈംസ്. മതത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്ന രീതി നന്നായി പരിശീലിച്ചിരിക്കുന്നു നരേന്ദ്രമോദി. ജനമനസ്സുകളിൽ ആത്മീയതയുടെയും സൗമ്യതയുടെയും പര്യായമാകാനാണ് ശ്രമം. എന്നാൽ പ്രതിച്ഛായ മിനുക്കൽ വൈകാരിക തലത്തിൽ ഫലം ചെയ്യുമ്പോഴും യുക്തിയുടെയും വസ്തുതകളുടെയും പരീക്ഷയിൽ അത് വിജയിക്കുന്നില്ല എന്നുകൂടി ലോകം അറിയുന്നു. ഈ അവസ്ഥയുടെ മികച്ച രൂപകമാണ് പ്രഗതി മൈതാനിലെ ടണൽ. ചെലവ് 777 കോടി രൂപ. പക്ഷേ 1.5 വർഷം കൊണ്ടത് ഉപയോഗിക്കാൻ പറ്റാതായി. പ്രധാനമന്ത്രിയുടെ ഫോട്ടോഷൂട്ടും ഉദ്ഘാടനവും മാത്രം മിച്ചം. 777 കോടി രൂപയുടെ ടണൽ ഇന്ന് ജീവന് ഭീഷണിയാണ്. നിർമ്മാണ വേളയിലും ഉദ്ഘാടനത്തിനും പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരുന്നു. പ്രഗതി മൈതാൻ ടണലിലെ ഈ ഫോട്ടോഷൂട്ടിനെ ഇന്ന് ആളുകൾ വിളിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ഫോട്ടോഷൂട്ട് എന്നാണ്. അന്ന് വാർത്തകളിൽ ആഘോഷിക്കപ്പെട്ട നേട്ടം ഇന്ന് 800 കോടിയുടെ പാഴ്ചെലവ്. ചുമരിൽ നിന്നും ടണലിൻ്റെ നടുവിൽ നിന്നുമൊക്കെ വെള്ളം കിനിയുന്നു. ആരാണ് അന്വേഷിക്കുക? വിദഗ്ധർ പറയുന്നു ഇത് റിപ്പയർ ചെയ്യാനാവില്ല എന്ന്. രസകരമായ കാര്യം, ടണൽ തുറന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ സമ്മാനമെന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ട പ്രധാനമന്ത്രി അത് വെള്ളവും ചെളിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായപ്പോൾ ചിത്രത്തിൽ നിന്ന് പിൻവലിഞ്ഞു എന്നതാണ്. വാർത്തയിൽ ഇപ്പോൾ നിർമ്മാണ കമ്പനി മാത്രം.
കർഷകരുടെ കാര്യത്തിലും കാണാം പ്രശ്നം വരുമ്പോൾ വാർത്തയിൽ നിന്ന് ഉൾവലിയുന്ന രീതി. 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി വാക്ക് പറഞ്ഞു കർഷകർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കുമെന്ന്. നടന്നില്ല. ഇന്നും കർഷകർ അതിനായി സമരം ചെയ്യുന്നു. 2 വർഷം മുൻപ് കർഷകർക്ക് നൽകിയ വാക്കും പാലിച്ചില്ല. ഇപ്പോൾ കർഷകർ ഡൽഹിയിലേക്ക് വരാതിരിക്കാൻ യുദ്ധസന്നാഹമൊരുക്കുന്നു. പ്രതിഷേധം തടയലാണ് ലക്ഷ്യം. സ്വന്തം പൗരന്മാർക്കെതിരെ മുള്ളുവേലിയും കണ്ണീർ വാതകവും. ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വിഹിതം കുറയ്ക്കുകയാണ് ചെയ്തത്. മോദി സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിച്ച് മുതലാളിമാരെയും കോർപ്പറേറ്റുകളെയുമാണ് പിന്തുണക്കുന്നതെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഒരു അഭിപ്രായ സർവേയിൽ ഇത് വ്യക്തമായി. തൊഴിലില്ലായ്മ അതിഭീകരം. മോദി ഭരണത്തിൽ നേട്ടം വൻകിട ബിസിനസ്സുകാർക്ക്. ഫോട്ടോഷൂട്ട് പ്രതിച്ഛായക്കപ്പുറം ജനങ്ങൾ കണ്ടറിയുന്ന വസ്തുതകൾ. വൻകിടക്കാർക്ക് പ്രയോജനം 52%, ചെറുകിടക്കാർക്ക് വെറും 11%, കർഷകർക്കും മറ്റും നന്നേ കുറവ്. നിർമ്മിത പ്രതിച്ഛായയും യഥാർത്ഥ വസ്തുതയും തമ്മിലുള്ള മത്സരം കൂടിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങൾ ഏത് തെരഞ്ഞെടുക്കും എന്ന് കാണാനിരിക്കുന്നു.